ശക്തമായ മഴയെ തുടർന്ന് മണിപ്പൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ഇന്നലെ ഉണ്ടായ ആലിപ്പഴ വർഷത്തിൽ 500ഓളം വീടുകൾക്ക് കേടുപാടുണ്ടായി. 350 പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നു. ബൽറാം, വിശദാംശങ്ങൾ. SKN ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മണിപ്പൂരിൽ പ്രത്യേകിച്ചും തലസ്ഥാനമായ ഇംഫാലിലും പരിസര പ്രദേശങ്ങളിലുമായി അതിശക്തമായ ആലിപ്പഴ വർഷമുണ്ടായത്. മിനിറ്റുകൾ മാത്രമാണ് ഈ ആലിപ്പഴ വർഷം വീണ്ടു നിന്നത് എങ്കിൽ പോലും നിരവധി കെട്ടിടങ്ങൾക്ക്, ചെറു വീടുകൾക്ക്, വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി ചെറു ജീവികളും പക്ഷികളും ഈ നിമിഷങ്ങൾ മാത്രം നീണ്ട ആലിപ്പഴ വർഷത്തിൽ ചത്തുവീണു. ഇത് ഏതാണ്ട് 500ഓളം വീടുകൾക്ക്, ഓടുകളും ഒപ്പം തന്നെ ഷീറ്റും മേഞ്ഞ വീടുകൾക്ക് ഈ ആലിപ്പഴ വർഷത്തെ തുടർന്ന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ദുരിതത്തിലായ 350ഓളം പേരെ ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 500ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് ഇതുവരെയുള്ള കണക്ക്. വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ കണക്കുകൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. നിരവധി വാഹനങ്ങളുടെ ചില്ലുകളും മറ്റും തകർന്നിരിക്കുന്നു, മേൽക്കൂര തകർന്നിട്ടുണ്ട്. ഇതിന് പിന്നാലെയുണ്ടായ കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീണും മറ്റുമാണ് മറ്റ് അപകടങ്ങൾ ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇന്നും നാളെയും മണിപ്പൂരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മുഖ്യമന്ത്രി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാശനഷ്ടങ്ങളുടെ മറ്റ് കണക്കെടുപ്പുകൾ ഉൾപ്പെടെയുള്ളവ പുരോഗമിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം.